ഒരു ദിവസം നാരദ മഹർഷി കംസനെ സന്ദർശിക്കാനെത്തി. ദേവകിയുടെ പ്രഥമ സന്താനത്തെ കൊല്ലാതെ കൊടുത്തയച്ച കാര്യം കംസൻ മഹർഷിയോട് പറഞ്ഞു. കാലനേമിയുടെ അവതാരമാണ് കംസൻ. യാദവന്മാരും ഗോപന്മാരും മറ്റും ദേവന്മാരുടെ അവതാരങ്ങളാണ്. അവരെല്ലാം നിന്റെ ശത്രുക്കളാണ്. ഭൂമിയുടെ ഭാരം തീർക്കാൻ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിക്കും. ഇനി എല്ലാം നല്ലതുപോലെ ചിന്തിച്ചു പ്രവർത്തിക്കുക. ഇത്രയും പറഞ്ഞ് ഏഷണിക്കാരനായ നാരദൻ സ്ഥലം വിട്ടു. നാരദൻ പറഞ്ഞതിനെപ്പറ്റി കംസൻ കാര്യമായി ചിന്തിച്ചു. ആലോചിക്കും തോറും ഭയവും ദേഷ്യവും കലർന്നു വന്ന് കംസൻ മതയാന മതിച്ചു വരുന്നത് പോലെ ഓടിക്കിതച്ച് വാസുദേവരുടെ അടുത്തെത്തി. സ്വസ്ഥമായി സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന വാസുദേവരെയും ദേവകിയെയും പിടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കീർത്തിമാൻ എന്ന കുട്ടിയെ പിടിച്ച് രക്തവും മാംസവും തലച്ചോറും പൊട്ടും ചിതറുമാറ് പാറക്കല്ലിൽ അടിച്ചു കൊന്നു. എന്നിട്ട് കംസൻ തൻ്റെ ഗൃഹത്തിൽ പോയി സ്വസ്ഥമായിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കംസന് പൂർവ്വകാല സ്മരണയുണ്ടായി വന്നു. പണ്ട് താൻ കാലനേമി എന്ന അസുരനായതും അന്ന് മഹാവിഷ്ണു വധിച്ചതും ഇന്നിപ്പോൾ ഭോജരാജാവായിരിക്കുന്ന തന്നെ വധിക്കാനായി അഖിലേശ്വരൻ മനുഷ്യനായി അവതരിക്കുമെന്നും അറിഞ്ഞിരിക്കുന്നു. അവിടത്തെ കൈകൊണ്ട് എന്നെ വധിച്ച എനിക്ക് മോക്ഷം ലഭിക്കും. അതിനായി സാധുക്കളെല്ലാം ഉപദ്രവിച്ച് പാപങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് കംസൻ പാവങ്ങൾ എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. ആദ്യമായി പിതാവ് ഉഗ്രസേനനെ കാരാഗ്രഹത്തിൽ അടച്ചു. ദുഷ്ടരാക്ഷസന്മാരായ പ്രബലൻ, തൃണവാർത്തൻ, മുഷ്ടികൻ, അരിഷ്ടൻ, കേശി, ധേനുകൻ തുടങ്ങിയ രാക്ഷസന്മാരെയും പൂതന എന്ന രാക്ഷസിയെയും നാനാ ദിക്കുലേക്ക് അയച്ച് യാദവന്മാരെയും ഗോപന്മാരെയും മറ്റും നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി. പീഡനം സഹിക്കവയ്യാതെ ജനങ്ങളെല്ലാം കോസലം, വിദേഹം, നിഷധം, വിദർഭം തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയം തേടി. ദേവകി പ്രസവിച്ചുണ്ടായ 6 പുത്രന്മാരെയും കംസൻ പാറയിൽ അടിച്ചു കൊന്നു. ദേവകി 7ാമതും ഗർഭം ധരിച്ചു. പിറക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ദുര്യോഗമോർത്ത് വസുദേവരും ദേവകിയും ദുഃഖിതരായി. ഈ അവസരത്തിൽ മഹാവിഷ്ണു മായാദേവിയോട് പറഞ്ഞു, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാനായി നാം എല്ലാം മനുഷ്യരായി ജനിക്കണം. ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ അവിടെ നിന്നും ആകർഷിച്ചെടുത്ത് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിൽ നിക്ഷേപിക്കണം. അനന്തൻ്റെ അവതാരമായ ആ കുഞ്ഞ് സംഘർഷൻ എന്നും ബലഭദ്രൻ എന്നും പല പേരിൽ പ്രശസ്തനാകും. ഞാൻ ദേവകിയുടെ 7ാമത്തെ പുത്രനായി ജനിക്കും. അതേസമയം നീ യശോദയുടെ മകളായി ജനിക്കണം. അംബിക, ദുർഗ, ചണ്ഡിക, നാരായണി, ഭദ്രകാളി, കൃഷ്ണവർണ്ണ, മാധവി, മഹാവൈഷ്ണവി, ശാരദ, ഗൗരി എന്നിങ്ങനെ പല പേരുകളിലും ഭക്തജനങ്ങൾ നിന്നെ ആരാധിക്കും. അങ്ങനെ നിന്നെ സേവിക്കുന്നവരുടെ എല്ലാം ആപത്തുകൾ തീർത്ത് നിത്യവും അവരെ കാത്തു രക്ഷിക്കണം. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മായാദേവി ദേവകിയുടെ ഗർഭത്തെ ആവാഹിച്ച് രോഹിണിയുടെ ഉദരത്തിലാക്കി. അതോടെ ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്ന വാർത്ത പരന്നു. ദേവകി 8ാമതും ഗർഭിണിയായി. വിഷ്ണുവിൻ്റെ അംശത്തെ ഉൾക്കൊണ്ട് ദേവകി പൂർവാധികം തേജസ്വിനിയായി വിളങ്ങി. ഗർഭിണിയായ ദേവകിയെ കാണാൻ കംസൻ കാരാഗ്രഹത്തിൽ ചെന്നു. സൂര്യ തേജസ്സോടെ വിളങ്ങി നിൽക്കുന്ന ദേവകിയെ കണ്ട് കംസന് ഭയം തോന്നി. തന്നെ കൊല്ലാനായി വരുന്ന ഭഗവാന്റെ അംശമാണ് ഇവളുടെ ഉദരത്തെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവൾ ഇത്ര തേജസ്വിനിയായി നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവളെ കൊന്നുകളയുന്നതാണ് നല്ലത്. പാടില്ല. ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരിക്കലും വധിക്കാൻ പാടില്ല. പോരെങ്കിൽ സഹോദരിയുമാണ്. കൊന്നാൽ തനിക്ക് ലഭിക്കുന്നത് നരകമായിരിക്കും. വരട്ടെ, അവൾ പ്രസവിക്കട്ടെ. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ച് കംസന്റെ സ്വസ്ഥത നശിച്ചു. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ന് വേണ്ട ഉറങ്ങുമ്പോൾ പോലും കംസന്റെ മനസ്സിൽ നിന്ന് ഭഗവാനെ കുറിച്ചുള്ള ഭയശങ്ക വിട്ടൊഴിയാതെ നിന്നു. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വിഷ്ണു രൂപമായിരുന്നു. ഭയത്തോടെയാണെങ്കിലും ശത്രുതയോടെയാണെങ്കിലും ഭഗവാനെ ചിന്തിക്കുന്നത് മുക്തി ലഭിക്കുന്നതിന് കാരണമാകും. ദിവസങ്ങൾ കടന്നുപോയി. ദേവകിയുടെ ഗർഭം പൂർണ്ണമായി. സർവമംഗളങ്ങളും നിറഞ്ഞ മുഹൂർത്തത്തിൽ ചിങ്ങമാസത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം അന്ധകാരം നിറഞ്ഞ അർദ്ധരാത്രിയിൽ മഹാവിഷ്ണു ദേവകിയുടെ പുത്രനായി അവതരിച്ചു. ബ്രഹ്മാവും ശിവനും നാരദ മുനിയും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അവർ ആകാശത്ത് നിന്ന് പുഷ്പങ്ങൾ വർഷിക്കാൻ തുടങ്ങി. 4 കൈകളിൽ ശംഖുചക്ര ഗദാപത്മങ്ങൾ, മാറിൽ കൗസ്തുഭരത്നവും വനമാലയും ശ്രീവത്സവും. ഭഗവാന്റെ ഈ രൂപം കണ്ട് വസുദേവർ കൈകൂപ്പി തൊഴുതു. ദേവകി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ അലൗകിക രൂപം ഇതേ വിധത്തിൽ സ്മരിക്കാനും ആരാധിക്കാനും ഞങ്ങൾക്ക് കഴിവില്ല.
മാത്രമല്ല ഓരോ നിമിഷവും ഞാൻ കംസനെ ഭയപ്പെട്ടാണ് കഴിയുന്നത്. അങ്ങയുടെ തിരുമുന്നിൽ നിന്ന് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. മഹാവിഷ്ണുവല്ലേ നിന്റെ മകനായി പിറക്കുന്നത് എന്ന് പറഞ്ഞ് അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ കളിയാക്കി ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങ് ഈ ഭാവം ഉപസംഹരിച്ച് ബാലഭാവത്തെ സ്വീകരിച്ചാലും അബലയായ സ്ത്രീ ആയതുകൊണ്ടും കർമ്മവാസന കൊണ്ടും ചപലയായതുകൊണ്ടും എൻ്റെ മനസ്സിലെ ഭയവും മാലിന്യവും തീർത്ത് അനുഗ്രഹിക്കണേ ഭഗവാനെ. ഇങ്ങനെ ദേവകിയുടെ വാക്കുകൾ കേട്ട ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പുത്രനായിട്ടുള്ള മൂന്നാമത്തെ ജന്മമാണിത്. ഒന്നാമത്തെ ജന്മത്തിൽ സായുംഭുവ മനന്തുരത്തിൽ ഭവതി പൃഷ്ണിയും അദ്ദേഹം സുതൽപ്പനെന്ന പ്രജാപതിയുമായിരുന്നു. നിങ്ങൾ 12,000 ദിവ്യവർഷങ്ങൾ തപോനിഷ്ഠതയോടെ എന്നെ ധ്യാനിച്ചിരുന്നു. രണ്ടാം ജന്മത്തിൽ നിങ്ങൾ അതിഥിയും കശ്യപനുമായിരുന്നു. അപ്പോൾ ഞാൻ ഉപേന്ദ്രനെന്നും വാമന രൂപിയായതുകൊണ്ട് വാമനനെന്നും പേര് സ്വീകരിച്ചു. മൂന്നാമത്തെ ജന്മത്തിൽ ഇതാ നിങ്ങളുടെ പുത്രനായി പിറന്നിരിക്കുന്നു. നിങ്ങൾക്ക് പൂർവജന്മ സ്മരണയുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ രൂപം സ്വീകരിച്ചത്. ഇനി ഞാൻ ബാലരൂപം സ്വീകരിക്കാൻ പോവുകയാണ്. ബാലനായി കിടന്ന് കരയാൻ തുടങ്ങുമ്പോൾ കംസൻ അറിഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ എന്നെ എടുത്ത് കൊണ്ടുപോയി അമ്പാടിയിൽ യശോദയുടെ അടുത്ത് കിടത്തണം. യശോദയുടെ അരികെ കിടക്കുന്ന പെൺകുട്ടിയെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരിക. കംസൻ കോപിച്ച് ഓടി വരുമ്പോൾ അവളെ കാണിച്ചു കൊടുക്കുക. പിന്നീട് എന്താണ് ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ബാലഭാവം കൈക്കൊണ്ടു. ഈ സമയമത്രയും കംസനും ഭടന്മാരും നല്ല ഉറക്കമായതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ആരും വിചാരിക്കാത്ത ഒരു അത്ഭുത സംഭവമുണ്ടായി. വസുദേവരുടെ കൈയും കാലും കെട്ടിയിരുന്ന ചങ്ങലയുടെ ബന്ധങ്ങളൊക്കെ വേർപെട്ട് അദ്ദേഹം സ്വതന്ത്രനായി. ഭക്തി കൊണ്ട് ഈ ലോകത്തെ സകല ബന്ധങ്ങളും തീർക്കുക. ഭഗവാൻ വിചാരിച്ചാൽ ഈ ചങ്ങലബന്ധം തീർക്കാൻ എന്താണ് പ്രയാസം? വസുദേവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന വാതിലുകൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങി. കാവൽ ഭടന്മാരെല്ലാം നല്ല ഉറക്കത്തിലാണ്. ആകാശത്തിൽ കാർമേഘങ്ങൾ പന്തൽ വിരിച്ച പോലെ ഏതു നിമിഷവും ചൊരിയാൻ തയ്യാറായി നിന്നു. വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് നടന്നു. താമസിയാതെ മഴ പെയ്യാൻ തുടങ്ങി.